നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അൾട്ടിമേറ്റ് വിന്നർ എന്നാൽ നമ്മൾ PSCക്ക് പഠിക്കാൻ തുടങ്ങുന്ന നമ്മുടെ കൂട്ടുകാരെ സഹായിക്കാനായിട്ട് ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങുന്ന ഒരു അക്കാദമിയാണ് അൾട്ടിമേറ്റ് വിന്നർ. നമ്മൾ ആദ്യം PSC ക്ലാസ്സുകളും പിന്നീട് UPSC, RRB, ബാങ്കിങ് മുതലായ എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ഈ നമ്മളുടെ അൾട്ടിമേറ്റ് വിന്നർ എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ തുടങ്ങുകയാണ്. ഒരു സ്റ്റുഡൻറ്റ് PSC ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കേരളത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മളുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു PSC കോച്ചിങ് തന്നെ ആരംഭിക്കേണ്ടത്. അപ്പം നമ്മളും ഇവിടെ അതിൻ്റെ വ്യത്യസ്തമല്ല. നമ്മൾ ആദ്യം തന്നെ കേരളത്തിൻ്റെ ബേസിക് ഫാക്റ്റുകളുടെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചകളിൽ നൽകുന്നത്. ഈ ക്ലാസ്സുകളുടെ PDF നോട്ടുകളും നിങ്ങൾക്ക് നമ്മൾ നൽകുന്നതായിരിക്കും. നമ്മൾക്ക് അതിനൊരു ടെലഗ്രാം ചാനലുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ ആ ചാനലിൽ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ കേരളത്തെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കേരളം രൂപീകൃതമായ വർഷമാണ്. കേരളം രൂപീകൃതമായ വർഷം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും നമ്മൾ PSC പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് കേരളം എന്നാണ് അതായത് കേരളത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു കേരളം എന്ന പോലെ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സംസ്ഥാനം രൂപീകൃതമായ വർഷത്തിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കേരളം രൂപീകൃതമായ വർഷം എന്ന് പറയുന്നത് 1956 നവംബർ 1 കേരളം രൂപീകൃതമായത് എന്നായിരുന്നു. 1956 നവംബർ 1. അറിയത്തില്ലാത്ത കൂട്ടുകാർ ഇത് പഠിച്ച് മനസ്സിൽ ഹൃദയസ്ഥമാകണം. 1956 നവംബർ 1. 1956 നവംബർ 1 കേരളം രൂപീകൃതമായ വർഷം. കേരളം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എത്ര കേൾക്കുന്നോ അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങും. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയും. നിങ്ങൾ എത്ര കൂടുതൽ കേൾക്കുന്നോ അത്രയും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം നമുക്ക് കേരളത്തിൻ്റെ അതായത് മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയുള്ള അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റം വരെയുള്ള ഒരു നീളത്തെക്കുറിച്ചാണ്. നീളം ലെങ്ത് ഇത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ പഠിച്ചു പോകുന്നതാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ എന്നാണ്. പക്ഷേ അവിടെ PSC നിങ്ങൾക്ക് നല്ലൊരു ട്രാപ്പ് ഒഴുക്കി വെക്കും. എന്താണെന്നറിയാമോ? എത്ര മൈലാണെന്ന് ചോദിക്കും. അവിടെ നമ്മൾ പെട്ടുപോകും. എന്ന് വെച്ചാൽ നമ്മൾ കിലോമീറ്ററിൽ പഠിച്ചു വെക്കും 560 കിലോമീറ്റർ എന്ന്. പക്ഷേ നമുക്ക് ആക്ച്വലി അവർ PSC അതിൽ ചോദിച്ചിരിക്കുന്നത് എത്ര മൈലാണെന്നാണ്. എന്നിട്ട് ഓപ്ഷൻ A അവർ കൊടുക്കും 560 കിലോമീറ്റർ എന്ന്, അല്ലെങ്കിൽ 560 മൈൽ എന്ന് കൊടുക്കും. നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് അയ്യോ 560 കണ്ട ഉടനെ ഓടിപ്പോയി ഒരൊറ്റ കറപ്പീര. അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു മാർക്ക് മാത്രമല്ല അതിലൂടെ മൈനസും കൂടെ വരും. അപ്പം എപ്പോഴും കേരള PSCയുടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ 2 തവണ നിങ്ങൾ വായിച്ചിരിക്കണം. 2 തവണ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്നുള്ള എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 560 കിലോമീറ്ററും മൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ 347.96 മൈലുകളും. അപ്പോൾ എത്രയാണ്? 347.96 കിലോമീറ്റർ മൈലാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് നീളം അതായത് കേരളത്തിൻ്റെ വെഡ്ത്ത് കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ല. എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കേരളത്തെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ PSCക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് മുഴുവനായി പഠിക്കണം. ഇതിന് PSCക്ക് ഒരിക്കലും കുറുക്ക് വഴികളില്ല. നിങ്ങൾ പഠിച്ച് തന്നെ നേടാൻ പറ്റത്തുള്ളൂ.
നന്നായിട്ട് എത്ര പഠിക്കുന്നോ അത്രയും പഠിച്ചത്. അപ്പം നമ്മൾ അത് മാക്സിമം നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ചോദിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. അതൊരു ആവറേജ് നീളമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വ്യക്തമായിട്ടൊരു നീളമില്ല. കേരളം കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുമാതിരി നമ്മുടെ പാവയ്ക്കായിരിക്കുന്ന പോലെയാണല്ലോ. അപ്പം ഒരു വ്യക്തമായിട്ടൊരു നീളമില്ല. ഒരു 35 കിലോമീറ്റർ തൊട്ട് 120 കിലോമീറ്റർ ആവറേജ് ആ ഒരു കിലോമീറ്റർ അങ്ങനെയാണ് അത് വരുന്നത്. അതൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിക്കും. കേരളത്തിൻ്റെ വിസ്തീർണം, അപ്പം കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൈലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയാണ്? 15,005 സ്ക്വയർ മൈൽ. എത്രയാണ്? 15,005 സ്ക്വയർ മൈൽ. ഇത് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് 1.18% ആണ് ഇന്ത്യൻ യൂണിയൻ. മൊത്തം ഇന്ത്യയുടെ 1.18% ആണ് കേരളത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇതൊക്കെ 2-3 പ്രാവശ്യം നിങ്ങൾ പഠിച്ചു കൊള്ളണം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളമാണ്. കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ നീളത്തെക്കുറിച്ചാണ്. അത് 580 കിലോമീറ്റർ അല്ലെങ്കിൽ 360.39 മൈലാണ്. 580 കിലോമീറ്റർ അല്ലെങ്കിൽ 360.39 മൈലുകളാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളവും തെക്ക് വടക്ക് നീളവും തമ്മിൽ നിങ്ങൾ മാറിപ്പോകരുത്. തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ 560 കിലോമീറ്ററും കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 580 കിലോമീറ്ററും ആണ്. അത് മൈലിലും കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്ത് കേരളത്തിലെ ജനസംഖ്യ ഇപ്പോൾ നിലവിൽ നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ പറയുന്ന ഒരു ജനസംഖ്യയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അത് 30,51,56,007 ആണ്. ആസ് പെർ സെൻസസ് ആണ് സാധാരണ ഈ ജനസംഖ്യയൊക്കെ PSCയിൽ ചോദിക്കാറുള്ളത്. പക്ഷേ നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് സെൻസസ് എടുത്തിട്ടില്ല. അപ്പോൾ ആസ് പെർ 2011 സെൻസസ് പ്രകാരമാണെങ്കിൽ 3,34,06,061 ആണ്. അത് ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യയുടെ 2.76%. എത്രയാണ്? 2.76%. അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനം വരും? 2.16%. 2.16% ആണ് അത് വരുന്നത്. അടുത്ത് കേരളത്തിൻ്റെ ജനസാന്ദ്രത. ഈ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്റർ ചുറ്റളവിനകത്തുള്ള താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം. 1 കിലോമീറ്റർ, ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു, അതാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 859 ആണ് പെർ കിലോമീറ്റർ. അത് 2011 സെൻസസ് പ്രകാരമാണ്. ഇനിയിപ്പോൾ പുതിയ സെൻസസ് വരുമ്പോൾ അത് മാറ്റം ഉണ്ടാകും. 2011 സെൻസസ് പ്രകാരം 859 ആൾക്കാർ, അതായത് 1 കിലോമീറ്ററിനകത്ത് 859 ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്നുള്ളത് 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ള ഈ 3 ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അത് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ പുനർക്രമീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരയ്ക്കും ഗുഡ് ബൈ.